കട്ടപ്പന സുവർണഗിരിയിൽ മരത്തിന്റെ ശിഖരം വീടിന് മുകളിലേക്ക് ഒടിഞ്ഞു വീണു. അപകടത്തിൽ വീട്ടിലുണ്ടായിരുന്ന യുവതി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. സുവർണഗിരി കല്യാണത്തണ്ട് റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന കൂറ്റൻ പ്ലാവിന്റെ ശിഖരമാണ് ഒടിഞ്ഞു വീണത്. കട്ടപ്പന സുവർണഗിരിയിലാണ് പ്ലാവിന്റെ കൂറ്റൻ ശിഖരം വീടിന് മുകളിലേക്ക് ഒടിഞ്ഞു വീണത്. കഴിഞ്ഞ രാത്രി 7:30-യോടെയാണ് സംഭവം. അപകടത്തിൽ ദിലീപിന്റെ വീടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. മരം വീടിന് മുകളിലേക്ക് ഒടിഞ്ഞു വീഴുമ്പോൾ ദിലീപിന്റെ ഭാര്യ അഞ്ജു മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീടിന്റെ വൈദ്യുതി മീറ്ററിലേക്കാണ് ശിഖരം ആദ്യം ഇടിച്ചത്. ഇതോടെ വീട്ടിലെ വയറിങ്ങുകൾക്കുള്ളിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്ന ശബ്ദത്തോടെ തീയും പുകയും ഉയരുകയും ചെയ്തു. ഈ സമയം അഞ്ജു വീടിന് പുറത്തേക്ക് ഓടിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. ഒരു 7:30 ആയിട്ടാണ്. അപ്പം ഞാൻ പെരയ്ക്കകത്ത് നിന്നപ്പോൾ തന്നെ എന്തോ വലിയൊരു ഒച്ച കേൾക്കുന്ന പോലെ തോന്നി. അപ്പം പെരയ്ക്ക് മൊത്തം തീ പോലെ ഇപ്പം എൻ്റെ കൈയും കാലെല്ലാം എർത്തടിക്കുന്ന പോലെ ഒരു ഇത് തോന്നി. ഞാൻ പെട്ടെന്ന് ചാടി വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേന് നാട്ടുകാരെല്ലാം കൂടെ വന്നപ്പോൾ നോക്കിയപ്പോൾ എല്ലാം ബാത്റൂമിന് മുകളിലോട്ട് വീണ് നടക്കുമായിരുന്നു. വീടിന്റെ ശൗചാലയം പൂർണ്ണമായും നശിച്ചു. വീടിന്റെ മേൽക്കൂരയ്ക്കും കേടുപാടുകളുണ്ട്. ഒപ്പം വീട്ടിലെ വൈദ്യുതി സംവിധാനത്തിനും നാശം സംഭവിച്ചു. സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ 10-ലധികം ഭീമൻ മരങ്ങളാണ് ഭീഷണി ഉയർത്തി നിലകൊള്ളുന്നത്. മുൻപും സമാനമായ രീതിയിൽ നിരവധി തവണ മരം ഒടിഞ്ഞു വീഴുകയും നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രായമായവരടക്കം നിരവധിയായ കുടുംബങ്ങളാണ് മേഖലയിൽ താമസിക്കുന്നത്. ഇവിടെയുള്ള വീടുകൾക്കെല്ലാം അപകട ഭീഷണി സൃഷ്ടിക്കുന്ന തരത്തിലാണ് സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ മരങ്ങൾ നിൽക്കുന്നത്. ഉടമസ്ഥനോട് ഈ മരങ്ങൾ മരങ്ങളുടെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, ഇതിൽ കൊപ്പറക്കുകയും ചെയ്തിട്ടുള്ള. പക്ഷേ അവരത് വഴിയിലേക്കുള്ളത് ഉപേക്ഷിച്ചിട്ട് ആ പറമ്പിലേക്കുള്ളത് മാത്രം വെട്ടി. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ താഴോട്ട് ഇനിയും അപകടകരമായ രീതിയിൽ മരം നിൽക്കുക, അതും പ്രശ്നമാവും. പിന്നെ മഴക്കാലം വരാൻ പോണേ. 100 കണക്കിന് പിള്ളേർ, കൊച്ചു പിള്ളേരൊക്കെ ഈ വഴിക്ക് പോകുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ പിള്ളേർ കുടയും ചൂടി വരുമ്പോൾ ഒരു മരക്കം പൊടിഞ്ഞു വീണാൽ അവരുടെ തലേ വീഴും. അത് നാളുകളിൽ വലിയൊരു പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഉടമസ്ഥനും ഇതിൻ്റെ കൃഷിക്കാരനും കൂടെ ചേർന്ന് ഈ വഴിയിലേക്കുള്ളത് വെട്ടിമാറ്റാനുള്ള സംവിധാനമുണ്ട്. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്ന് പല പ്രാവശ്യം സ്ഥലമുടമയോട് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. വരുന്ന മഴക്കാലത്ത് മരങ്ങൾ വീണ്ടും ഒടിഞ്ഞു വീഴുമോ എന്ന ആശങ്കയിലാണ് മേഖലയിലെ ജനങ്ങൾ. സ്ഥലമുടമ ഭീഷണി പരിഹരിക്കാൻ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്ത പക്ഷം മേഖലയിലെ ആളുകൾ ഒന്നടങ്കം ഒപ്പുശേഖരിക്കുകയും ആശങ്ക വിവരിച്ച് ജില്ലാ കളക്ടർ, വില്ലേജ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, നഗരസഭ എന്നിവർക്ക് പരാതി നൽകാനാണ് തീരുമാനം. ഒപ്പം മരം വീണ് വീടിന് നാശനഷ്ടം സംഭവിച്ച കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ സ്ഥലമുടമ തയ്യാറാവണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.